പിക്ചറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കളിക്കുമ്പോൾ ലെറ്റ്സ് പ്ലേ. പിന്നെ ഫുൾ അയൺ ആർമറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. വേറെ ഫ്രഷ് പീസ് വീട്ടിൽ ഇരിപ്പുണ്ട്. നമ്മളിപ്പം അയൺ മൈൻഡ് വന്നാണ്. ഞാൻ വീടൊക്കെ പണിഞ്ഞായിരുന്നു. എനിക്ക് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ ലെറ്റ്സ് പ്ലേ ഫസ്റ്റ് നമുക്ക് വില്ലേജ് കിട്ടി കേട്ടോ. 2 വില്ലേജ് എൻ്റെ സ്പോണിൻ്റെ അടുത്തുണ്ടായിരുന്നു. ഞാൻ ഇനിയൊരു സത്യം പറയാം. ഈ ഒരു സീഡ് എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു തന്നെയാണ് സത്യത്തിൽ. അല്ലാതെ ഞാൻ കണ്ടുപിടിച്ച സീഡൊന്നുമല്ല. കുറേ കോൾ എടുക്കണം. വന്നപ്പോൾ തന്നെ കോളാണല്ലോ. കോളൊക്കെ എടുക്കാം, കാരണം മൈൻഡ് ചെയ്തതിന് ശേഷം ഫ്യൂവൽ എടുക്കണമല്ലോ. ഇപ്പം നമ്മളാണെങ്കിൽ കുറേ ഫാമൊക്കെ സെറ്റ് ചെയ്തായിരുന്നു. പിന്നെ എടുക്കാൻ വെച്ചിരുന്ന വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു കുറേ. ഓക്കെ, PvP സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. എന്തോ ഇത് ബഗ്ഗറോക്കിൻ്റെ ഓരോ കാര്യമേ. ഞാനാണെങ്കിൽ കുറേ സ്കെൽറ്റൻസിനെ കൊന്നതിൻ്റെ ഒരു ഫുൾ പവേർഡ് ബോ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഞാനാണ് ഉണ്ടാക്കിയെടുത്തത്. ഐ മീൻ സ്ട്രിങ് ഒന്നും ഇല്ല കയ്യിൽ സ്ട്രിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ വെച്ചേക്കും. എന്നാ മച്ചി അവിടെ വെച്ച് ഞാൻ കളയാം. ഓക്കെ, കേവ് ഇങ്ങനെ നിൽക്കുന്ന അത്രയ്ക്കും നല്ലതല്ല. ഒന്നാമത്തെ കാര്യം അയൺ ടോർച്ച് എന്ത് ചെയ്യും? എൻ്റെ ഫോണിൽ നോക്കി കാണാൻ 2 വര കളപ്പുണ്ട്. ടോർച്ച് എടുക്കില്ല. എന്തും തിരിച്ചു പോയി ടോർച്ച് എടുക്കണമെന്ന് വിചാരിച്ചാലോ തിരിച്ചു കയറണ്ടേ, ചത്താൽ മതി. പിന്നെ അറിയാതെയാണ് താഴെ ഒരു കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കി ആയിരുന്നു ഞാൻ. അപ്പം ചീറ്റ്സ് ആക്ടിവേറ്റ് ചെയ്യേണ്ടി വന്നു. ലാവ ബക്കറ്റ് എടുക്കാൻ നേരത്ത് എന്നെ 10-12 സോംബീസ് ബഗ്ഗറോക്ക് ഹാർഡായതുകൊണ്ട് തന്നെ ഒരുമിച്ച് കൂടി വന്നപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അത്രയ്ക്ക് നല്ല ആർമറൊന്നും ഇല്ലായിരുന്നു. ഇതേപോലെയുള്ള പിടഞ്ഞു കയറാനും പിന്നെ മൂഫാമ സെറ്റ് ചെയ്യാനും വേണ്ടിയിട്ടായിരുന്നു. എൻ്റർമാൻ്റെ ഒരു കാര്യമേ പാവം. ഞാൻ പിന്നെ ഇന്ത്യസ് മോസ്റ്റ് ടാറ്റിക്സ്ഡ് പ്ലെയറാണ്. ഓക്കെ, വെള്ളം ഉള്ളതുകൊണ്ടൊന്നും പറ്റിയില്ല. എനിക്കിപ്പോൾ കാണാമായിരുന്നു. ഇതുണ്ടോ നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ. ഇത് സത്യമാണോ അല്ലേ നിങ്ങൾ തന്നെ പറ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മൾ സോംബീന് ഇപ്പം ഞാൻ ചാടി അടിച്ചപ്പോൾ അവൻ്റെ നോട്ട് ബാഗ് കണ്ടോ നിങ്ങൾ? ഓക്കെ, ഇപ്പം ഞാൻ ടാറ്റിക്സ് കാണിച്ചു തരാം. ഉണ്ടോ, ഞാൻ ഇങ്ങനെ പറന്നു പോകും ഇങ്ങോട്ട്. ഞാൻ സത്യത്തിൽ വെള്ളം ഒഴിക്കണമായിരുന്നു. ഷീൽഡ് എടുത്ത് പിടിക്കാം. മണ്ടത്തരമാണ് ഷീൽഡ് പിടിക്കാതെ കേവിലോട്ട് വരുന്നത്. ഓക്കെ, ഫ്രീ ആയിട്ടൊരു കോപ്പറും കിട്ടി. ഞാൻ എൻ്റർമാനെ കൂടി ടീം അപ്പ് ചെയ്തിട്ടാണ് വെച്ചത്. ഉറക്ക് ഞാൻ വന്ന്. ഓക്കെ, അപ്പം ഒട്ടിയിരിക്കുകയാണ് കേസ്. അതാണ് കേട്ടോ ഇത്രയും നല്ലതായിട്ട് ഞാൻ സംസാരിക്കാത്ത, അതുകൊണ്ടാണ്. ഓക്കെ, കണ്ട, ഇതാണ് നമ്മുടെ കോമഡി. പിന്നെ എന്തിനാ ചാടി ചത്തേന്നറിയാവോ? ഫുഡ് കഴിക്കാൻ വയ്യ. കാരണം ഒന്നാമത് വളരെയധികം കുറവാണ് ഫുഡ്. എത്ര ശ്രമിച്ചാലും അതങ്ങനെയാണ്. ഓക്കെ, ഞാൻ പതിയെ ഇവിടെ ഇന്ന് അവനെ അങ്ങ് അടിച്ചിടാം. ടാറ്റിക്സ് യൂസ് ചെയ്യാം. അയ്യോ, ഡാമേജ് ചെറുത്. 2 പേരുണ്ട്. ഇത് ടാറ്റിക്സ് യൂസ് ചെയ്യണം. എടാ മണ്ടത്തിലാണോടാ കാണിക്കുന്നേ? ഓടോ, ഷീൽഡ് മാറ്റി. ഫോണിലാണ് കളിക്കുന്നത്, അത് ഞാൻ ഓർമ്മ വേണം. ഞാൻ സിസ്റ്റത്തിൽ കളിക്കുന്നതിൻ്റെ കൂട്ട് ഭയങ്കര സ്വാതന്ത്ര്യമുള്ള പോലെ കളിക്കുന്നത്. പണ്ടാരം എൻ്റെ ഫോണിൽ 2 ലൈനാണ് വീണ. ഇനിയിപ്പോൾ എന്ത് കാണിച്ചെന്ന് നിങ്ങൾ ഡൗട്ടുണ്ടാവും. എനിക്ക് ഫോണിലാണ്ട് കുറച്ച് മൂവ്മെൻറ്റ് കൊടുക്കൊണ്ട്
ചുറ്റും നമുക്ക് PvP ചെയ്യേണ്ട അവസ്ഥയാണ് വരുന്നത്. സോംബീസ് സോളെടുത്ത് വീശാം. എൻ്റെ ചാവ എനിക്ക് താല്പര്യം. കണ്ട നോട്ട് ബാഗ് ഉണ്ട് ഉമ്മറെ നോട്ട് ബാഗ് ഉണ്ട്. ജിയോ എൻ്റെ കൂട്ടക്കത്തെ നോട്ട് ബാഗാ. പിന്നെ ഈ സീരീസിൽ നമ്മൾ എൻജോയ്മെൻ്റ് ഒന്നും ചെയ്യുന്നില്ല. കാരണം ഈ സീരീസിൽ കുറച്ച് റൂൾസ് ഉണ്ട്. കാരണം എൻജോയ് ചെയ്യുന്ന ഇല്ലീഗലാണ് ഇതിൻ്റെ അകത്ത്. ചന്തി കമ്പ് കയറുന്നു. അയ്യോ, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കൊണ്ടുവന്നേ. ഒഴുകിപ്പോയി. യുവന്മാർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ താഴെ മൊത്തം സ്കെൽറ്റൻസ്. ഇറങ്ങിയാണെങ്കിൽ PvP ചെയ്യാം. താല്പര്യമില്ല. കാരണം ബോ വെച്ചടിക്കാനും പഠിക്കണമല്ലോ. ഓക്കെ, ഒരു സ്കെൽട്ടൻ നിപ്പുണ്ട്. ഓക്കെ, ആരും ഇല്ല. 50,000 ഉള്ളൂ. ഓക്കെ, മനഃപൂർവ്വം ചാടി ചാവുന്നതാണ്. കാരണം പിന്നെ എൻ്റെ ഈ ഒരു KV വന്നത് മൈനിങ്ങിനല്ല ഉദ്ദേശം. കുറച്ചൊക്കെ മൈൻഡ് ചെയ്യും. അത് മൈൻഡ് ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. ക്യാക്സ് എടുത്തോ. സ്കിൽട്ടനെ എൻ്റെ ബോണാടാളത് ആടെ ഇങ്ങോട്ട്. മരഞ്ഞെ കൊണ്ട് തോപ്പോട്ടാണ് തിപ്പിച്ചിട്ടേ അടങ്ങത്തുള്ളൂ അല്ലേ. അയ്യോ ബ്രോ ചിൽ മാൻ. ചിൽ മാൻ. ഓക്കെ, ചിൽ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫ്രീ ഫയർ കളിക്കത്തില്ല. ഐ ഹേറ്റ് ഫ്രീ ഫയർ നോ. എൻ്റെ അക്കൗണ്ട് മൊത്തം ബാനാക്കി വാരിയിട്ടേക്കും വരും. ഞാൻ ഫ്രീ ഫയറിനെക്കാട്ടി മുമ്പേ കളിക്കാൻ തുടങ്ങിയത് മൈൻക്രാഫ്റ്റാണ്. ഓക്കെ, എത്രയും പെട്ടെന്ന് 1 മില്യൺ അടിക്കണം എന്നെനിക്കൊരു അപേക്ഷ ഉണ്ട്. എന്നെ ഇവിടെ നിന്ന് സോഡ് വെച്ച് റീച്ച് ആവത്തില്ല. ചാടി ഒന്ന് അടിച്ചിട്ട് ആക്സ് വെച്ച് റീച്ച് ആവും. ഷവൽ വെച്ച് റീച്ച് ആവത്തില്ല. പിക്കാക്സ് വെച്ച് റീച്ച് ആവത്തില്ല. പിന്നെ എന്ത് പണ്ടാരം വെച്ചിട്ടാണ് ഞാൻ റീച്ച് ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, ഉഞ്ഞത്തിനൊന്നും ഒരു കുറവുമില്ല. എവിടെയാ മിസ് ക്ലിക്ക് അടിക്കുന്നേ? ആരോടാ നീ കളിക്കുന്നേ? ആരോയും അവൻ്റെ ബോ കിട്ടിയോ? ആരോ കിട്ടിയോ? ഓക്കെ, ആരോ വേണം. ഓക്കെ, അവിടെയുള്ള സ്പൈഡറാണ് നമ്മുടെ ടാർഗറ്റ്. ഇത് വളരെ കുറച്ച് ഡാമേജ് കിട്ടിയപ്പോഴും ചത്തുപോകും. നമുക്കതുകൊണ്ട് ഫുഡ് അടിക്കാം. കുറേ നിന്നിട്ടാണ് ഞാൻ ഹേവേലി മൊത്തം പൊട്ടിച്ച് ഓനോ അവൻ്റെ ആരോ ഇങ്ങ് എടുക്കാൻ പറ്റുമോ? കാരണം അവൻ്റെ ആരോ എടുക്കാൻ പറ്റത്തില്ല. എന്നടാ നിൻ്റെ പ്രശ്നം? മോസ്റ്റ് ടാറ്റിക്സ്ഡ് പ്ലെയർ എന്നെ ചുമ്മാതല്ലടാ വിളിക്കുന്നത്. ഇനി ഞനക്കുള്ള പരിപ്പോടെ എൻജോയ് ചെയ്യാൻ നിങ്ങൾക്കുള്ള എൻജോയ് ചെയ്യാൻ ഇപ്പം തരാം. ഇത് വേണ്ട. അവൻ്റെ സ്ട്രിങ്ങും കിട്ടി. ഒരു മൂവിനും മറ്റു മൂവിനെ യൂസ് ചെയ്ത് കൊല്ലുമ്പോൾ ഉമാരിക്ക് നിങ്ങളപ്പോഴത്തേക്ക് അടി ഉണ്ടാക്കും. അപ്പോഴത്തേക്ക് ഞാൻ നിനക്കുള്ള തരാം. ചന്തിയിൽ അമ്പ് കയറി. എൻ്റെ ചന്തിയിൽ അമ്പ് കയറി കിടന്നുറക്കട്ടെ. അല്ലെങ്കിൽ സർഫസിൽ മൂവ് വന്ന മുഞ്ചും ഉറപ്പാണ്. കാരണം സർഫസിൽ ഒരുപാട് വില്ലേജേഴ്സ് ഉണ്ട്.
എനിക്ക് സർഫസിൽ നിന്ന് എനിക്ക് PvP നടത്താൻ പറ്റുമായിരുന്നു. ഒറ്റ പിക്ചർ. ഇവിടെ ഡയമണ്ട് ഹെൽമെറ്റോ ബ്രോ? അത് ഡ്രോപ്പ് ചെയ്യൂ എനിക്ക് വേണ്ടിയിട്ട്. ഞാൻ വെള്ളം ഒഴിക്കേണ്ടി വരുമോ ബ്രോ? അത് ഡ്രോപ്പ് ചെയ്യണം പ്ലീസ് ബ്രോ, പ്ലീസ് ബ്രോ, പ്ലീസ് ബ്രോ. ഡയമണ്ട് ഇത് റെയർ ആണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. റെയർ ആണെങ്കിൽ താഴെ 80% നിന്നെ ഞാൻ കൊല്ലാൻ. അയ്യോ മോനെ, ഈ ആള് കൊള്ളാലോളാ. ബ്ലോക്കും പിടിച്ചോണ്ട് വരുന്നത് എന്തുവാ? ആ ബ്ലോക്ക് അവിടെ ഇട്ടേ ഞാൻ മൈൻഡ് ചെയ്തത്. ആ കോബിൾ സ്റ്റോണാ. പിന്നെ ഞാൻ അല്ലാതെ പിന്നെ ഇവൻ്റെ അമ്മ ഇപ്പം ഒന്ന് മൈൻഡ് ചെയ്യൂ. മാറി നിന്ന് കുടിഞ്ഞ് നിൽക്കും. നമ്മൾ ലണ്ട് ചെയ്ത് ഗൈസ്. ഓക്കെ, ഇത്രയും ചെറിയ ഡാമേജൊക്കെ ഞാൻ എന്തിനാണ് ഇങ്ങനെ മൈനസ് ചെയ്യുന്നതെന്ന് അറിയാമോ? എത്രക്കൊക്കെ വെച്ച് ചെയ്താലും എന്തായാലും ചാവാനാ പോകുന്നത്. എനിക്ക് ദിസ് ഈസ് മൈൻക്രാഫ്റ്റ് ബെഡ്റോക്ക് ആഡിഷൻ. ഡ്രീമിൻ്റെ ഇടിക്കകത്ത് ഇങ്ങനെ ഒരു ക്ലച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇടിക്കോഴ്സ് ഇട്ട് കളിച്ചപ്പോൾ കാര്യമില്ല, പണിയാം. ഈ ഗെയിമിൽ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ. പക്ഷെ ഞാൻ അപ്പം ഇത് കണ്ടില്ല. ഇതിവിടുന്ന് അതിങ്ങ് താ ആ ഗോൾഡിങ് താ. വേണ്ട, ഞാൻ തൊട്ട് പോകുന്നില്ല. എനിക്ക് ശ്വാസം മുട്ടിച്ചാവാൻ വയ്യ. ഇവിടെയും കൂടി വെള്ളമായപ്പോൾ തൃപ്തിയായിക്കാം. റെഡ് സ്റ്റോണൊക്കെ ആവശ്യമുണ്ട് കേട്ടോ. കണ്ടാ റെഡ് സ്റ്റോൺ ലൈറ്റ്. എന്തുവാ ഇത്? ഇവിടെ ആയൻ. ഇവിടെ ശ്വാസം എടുക്കാൻ പറ്റും. ഞാൻ ശ്വാസം എടുക്കുന്ന സ്ഥാനത്തിലല്ല നിന്നെ. ഓക്കെ, ഇത് റിസ്ക്കാണ്. ഇപ്പം ഞാൻ ആ മാഗ്മ കാരണം ഞാൻ ഇപ്പോൾ ചത്തേനെ. ഒരു അയണിന് വേണ്ടിയിട്ട് ഞാൻ കിടന്ന് പെടുന്ന പാടേ. അത് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല, കാരണം അത് ഭയങ്കര പാടാണ്. സർഫസ് സ്പൈഡർമാൻ അടിക്കാനായിട്ട് ഒരുങ്ങിയതായി. ഒത്തുകൂട് അല്ലമ്മനെ നീ എന്തവിടെ? തന്തയുടെ വീട്ടിൽ പോയി നിൽക്കുന്നു. അവിടെ തന്തയില്ലാത്ത തന്നെ തന്തയ്ക്ക് വിളിക്കുന്നു. ഉയ്യോ 2 നൂറുകളുണ്ട്. ഉയ്യോ ആണോ? ഉറപ്പാണോ? നിങ്ങൾ 2 പേരെ അല്ല, ഒറിജിനൽ പ്ലെയേഴ്സിനെ ഞാൻ PvP ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ചോദിച്ച ആക്സാ പൊട്ടിയെന്ന്. ആക്സല്ല പൊട്ടിയ പിക്കാക്സ്. പിച്ചിക്ക് മാറി നിന്ന് കുരിഞ്ഞ് നിൽക്ക്. കിപ്പി ഷീൽഡില്ല. റിസ്ക്, എൻ്റെ സ്വന്തം റിസ്ക്. ബെഡ്റൂം സ്കെൽട്ടനല്ലേ അത്? ഡ്രീം നമ്മൾ ഡ്രീമിൻ്റെ പോലുള്ള ക്ലച്ചുകൾ ചെയ്യുമ്പോഴേ ഞാൻ അങ്ങനെ സൗണ്ട് ഉണ്ടാക്കും. അവനെ തട്ടിയിട്ടുണ്ട്. അമ്പ് ഡ്രോപ്പ് ചെയ്തോ. അമ്പ് നന്ദിയുണ്ടേ. അയ്യോ, ചന്തിക്ക് അമ്പ് കയറ്റുന്നോളാം. നായിൻ്റെ മോനെ, കള്ള നായിൻ്റെ മോനെ. ഇവിടെ എൻ്റെ ആക്സിൻ്റെ നോട്ട് ബാക്ക് ഉണ്ട്. ഓനോ ഇത് ഡെത്ത് മാച്ചാണ്. ഓക്കെ, ഇത് ഡെത്ത് മാച്ചാണ്. ഓനോ അമ്പ് വിടേണ്ട പോലും പറ്റിയില്ല. എന്നെ അപ്പോഴത്തേക്കും തട്ടി. വെള്ളം പോയി. വെള്ളം അങ്ങാണ് കിടക്കുന്നത്. ഈ ക്ലിച്ച് ഇന്നേ വരെ ഞാനല്ലാതെ
ഇവിടെ ഈ കേവ് ആയിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഈ സീഡ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം, എടുത്ത് കളിക്കണം. ഓക്കെ, നല്ലൊരു സീഡാണ്. ഓക്കെ, ഇപ്പോൾ കണ്ടല്ലോ, ഇതിൽ നിന്നൊക്കെ കുറേ അയൺ കിട്ടും. 2-3 പ്രാവശ്യം എൻ്റെ അയൺ ആർക്കും ഫുള്ളും പോയിട്ടുണ്ട്. ശരിക്കും കാര്യമായിട്ടാണ് പറഞ്ഞത്. ഓക്കെ, അല്ലാതെ അകാര്യമായിട്ട് ഇവർ കേൾക്കൂ. സ്ട്രിങ് നിൽക്കുന്ന പച്ചപ്പുളിച്ചാടി മോനല്ലേ, പൊട്ടുന്നോ മോനെ? എനിക്ക് ഇവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ താല്പര്യമില്ല. പിന്നെ പിള്ളേരെല്ലാവരും കൂടി നിർബന്ധിക്കുമ്പോൾ ഇങ്ങനെയാണ്. അമ്പ എനിക്ക് തരുമോ മോനെ? അമ്പ എനിക്ക് തരണം കേട്ടോ. ടാറ്റിക്സ് യൂസ് ചെയ്യേണ്ടി വരും മിക്കവാറും. അങ്ങോട്ട് ചത്തോ. ടാറ്റിക്സ് അമ്പ് കിട്ടിയോ? 4 അമ്പേ ഉള്ളു. അപ്പം ഞാൻ ചത്തായിരുന്നു മൊത്തം. ഇനി ഞാൻ 100-150 പ്രാവശ്യം ചാവുന്ന കാണും. ഓക്കെ, അതുകൊണ്ടത് അതിൻ്റെ സ്പിരിറ്റ് എടുക്കാം. കാരണം എൻ്റെ പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് എൻജോയ്മെൻറ്റ്സ് ഒന്നും ചെയ്യാത്തതിൻ്റെ റൂൾസിനെതിരാണത്. അത് ഞാൻ റൂൾസ് എടുത്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എൻജോയ് ചെയ്യുന്ന സത്യത്തിൽ പറയാൻ ഗെയിം തന്നെയാണ് ആഡ് ചെയ്തത്. ഓനോ കൊല്ലാൻ പോണാ നീ കൊന്നോ. പക്ഷെ അതിനു മുമ്പ് ഞാൻ കൊല്ലും കേട്ടോ. ടാറ്റിക്സ് ഇടാം. ഈ മോസ്റ്റ് ടാറ്റിക്സ്ഡ് പ്ലെയർ കേട്ടോ. കണ്ട, നിങ്ങൾ ഈ ട്രിക്കൊക്കെ യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. ഇവിടെ വരുമ്പോൾ ഇങ്ങനത്തെ ട്രിക്കൊക്കെ യൂസ് ചെയ്താലേ പറ്റത്തുള്ളൂ. ഓക്കെ, മനസ്സിലായി. ട്രിക്ക് യൂസ് ചെയ്യുന്ന ഭയങ്കര പണിയൊന്നുമില്ല. ഓക്കെ, പിന്നെ ഡോണറ്റ് SMB ഞാൻ കളിക്കാൻ പോകും. എൻജോയ്മെൻ്റ് സ്പിയർ വേണ്ട. വരുന്നുണ്ട പുണ്ടാവോനെ. എടാ, ഓക്കെ, അവനെ കൊല്ലുന്നത് ഇനി ഞാൻ ചാവുന്ന നിങ്ങൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വീഡിയോയുടെ ഇടയിൽ കയറിയതിന് സോറി. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന മറ്റൊന്നും കുറച്ചല്ല. നിങ്ങൾ ഇപ്പോൾ ഈ ഗെയിം മൈൻക്രാഫ്റ്റ് കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സെർവർ വേണമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് SMB ആണ് കളിക്കാൻ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഡോണറ്റ് SMB ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം ഇതിൻ്റെ അകത്ത് ഡോക്ടർ ഡോണറ്റാണ് ഇടുന്നത്, അല്ലാതെ ഞാനല്ല. ഓക്കെ, ഡോക്ടർ ഡോണറ്റ് ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ നല്ല രീതിയിൽ തന്നെ കളിക്കുന്ന ഒരു പ്ലെയറാണ്. എൻ്റെ അത്രയും വരുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതിനെ തള്ളുന്നതിന് പോലും ഒറിജിനലായിട്ടുള്ള കാര്യം പറയാം. ഇപ്പോൾ ഈ കളിക്കുന്ന എനിക്ക് പോലും ഡോക്ടർ ഡോണറ്റിനെ ട്രാപ്പ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്ത് നമുക്ക് ട്രാപ്പ് ചെയ്യാനും സാധനങ്ങൾ വാങ്ങിക്കാനും മാത്രമല്ല അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾ കയറി അങ്ങ് ജോയിൻ ചെയ്താൽ മതി. IP അഡ്രസ്സൊക്കെ ഡോക്ടർ ഡോണറ്റിൻ്റെ വീഡിയോ തന്നെ ഉണ്ടാവുന്നതായിരിക്കും. നേരെ കയറി കണ്ടാൽ മതി. നിങ്ങൾ കാണും, നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ഓനോ ഓക്കെ ഗൈസ്, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ. എൻ്റെ കൂട്ടുകാരെ തൊട്ടാണ് നീ എൻ്റെ ചന്തി അമ്പ് കയറ്റാൻ പറ്റുന്നത്. എന്നെ കയറ്റിയതെന്ന് എനിക്കൊന്ന് കാണുന്നുണ്ട്. ഒരാളി കിട്ടി ഞാൻ ഇപ്പം ചാവും. നീ എങ്ങനെ കയറി വന്നു? അയ്യോ, പ്ലേസ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പ്ലേസ് ചെയ്ത് തരത്തില്ല. എൻ്റെ സോഡും ചാവാറായിട്ടുണ്ട്. ഓക്കെ, പെട്ടെന്ന് ടാറ്റിക്സ് യൂസ് ചെയ്യാൻ പറ്റിയില്ല. മനസ്സിലായി ഇങ്ങനെ പാടാൻ വേണ്ടി എടുക്കാനാണ്. ഞാൻ ഹാക്കാണ്. ഓക്കെ, നാളെ കൃത്യം 6 മണിക്ക് നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോ വരുമായിരിക്കാം, ഉറപ്പില്ല. 1 pixel again and again 1 pixel. again വീഡിയോയുടെ ഇടയിൽ കയറിയതിന് സോറി. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കണം.
കാരണം ഈ ഒരു ഗെയിമിൽ നിങ്ങൾ ബെഡ്റൂക്കാണ് കളിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഗെയിംസ് നിങ്ങൾക്ക് ബെഡ്റൂക്ക് കളിക്കണമെന്ന് താല്പര്യമുള്ളവരാണ് ചിലപ്പോഴും മിക്ക ആൾക്കാരും ജാവ ആയിരിക്കും കളിക്കുന്നത്. ബെഡ്റൂക്ക് കളിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഒരു ലിങ്ക് തരാം. ആ ലിങ്കിൽ അടുത്ത വീഡിയോ വരുന്നൊരു ലിങ്കുണ്ട്. അപ്പം ആ ലിങ്ക് ഒരു ക്ലിക്ക് ചെയ്യുക. സോ നിങ്ങൾക്ക് ബെഡ്റൂക്ക് അല്ലെങ്കിൽ പോക്കറ്റ് അടിച്ച് നിങ്ങളുടെ ഫോണിൽ കളിക്കാം. ലിങ്ക് കൊടുക്കുന്നതിനെക്കാട്ടി നല്ല ഞാൻ ഒരു വെബ്സൈറ്റിൻ്റെ പേര് തരാം. സോ അതിൽ കയറി നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കാം. ഞാനിപ്പോൾ ചാവാനാണ് നോക്കുന്നത്. ഓക്കെ, കളിച്ച് ഡ്രീം 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 ഡ്രീം. ഓക്കെ, ഞാൻ ഈ വീഡിയോയുടെ ഇടയ്ക്ക് ഇതിന് കുറേ സോറി പറയുന്നുണ്ട് കേട്ടോ. അതിനൊക്കെ ഞാൻ ഒന്നും കൂടി ചോദിക്കണം. ഓ യു മനുഷ്യന്മാർ ചാവാൻ വല്ല വഴിയുണ്ടോ ഗൈസ്? റീജനറേറ്റ് ആവരുത്. ഓക്കെ, കാരണം നമുക്കൊന്ന് ചാവണം. സർഫസിലോട്ട് വിട്ട് വേറൊരു കേവ് ഞാൻ കാണിച്ചാൽ ആ കേവിലോട്ട് പോകാനാണ്. കുറച്ച് ബെഡ് ക്ലിച്ച് ചെയ്യുന്ന ഈ വീഡിയോയ്ക്കകത്തുണ്ട്. സോ നിങ്ങൾ വാച്ച് ചെയ്യണം. അര ഹാർട്ട് ഡാമേജ് കിട്ടിയില്ല. ഡാമേജ് ക്യാൻസലായിപ്പോയി. അയ്യോ, ബെഡ് പൊട്ടിച്ചെടുക്കാം. എന്താണ് മേൻ പറ്റിയത്? എനിക്കറിയാം. ഞാനിത് കുറച്ച് മുമ്പ് എന്നെ ഇത് ക്രാക്ക് ചെയ്തുകൊണ്ടാണ് വന്നത്. ഗോൾഡൻ ആപ്പിളൊക്കെ എങ്ങനെ കിട്ടിയെന്നറിയാം. നമ്മുടെ അടുത്തുണ്ട്. ഓനോ അത് ക്രീപ്പർ അല്ലേ? സ്പാം ക്ലിക്ക് ചെയ്യാം. കുഴപ്പമില്ല. അല്ല, ടെക്നോളജി ഇതാണ് ഞാൻ പറഞ്ഞ വലിയ ഗെയിം. ഇതിൽ ആദ്യമായിട്ട് ഞാൻ ഇറങ്ങി എങ്ങനെയാണെന്നറിയാമോ? ഞാൻ പറഞ്ഞുതരാം. ഇത് സാധനം പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് താഴോട്ട് ഇറങ്ങാം. പിന്നെ ഇവിടെ നിന്നാണ് ഞാൻ ലാവ എടുത്തപ്പോൾ മറ്റേ ഇതേ അനിയുണ്ടേ. ഓക്കെ, എൻ്റെ ഹെൽമെറ്റ് പൊട്ടിയിട്ടുണ്ട്. കേസ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടത് എന്താണ്? വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ ഇപ്പം ഒന്നും കൂടി എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കണ്ടത്. ഞാൻ പ്ലേസ് ചെയ്ത ഒറ്റ ബ്ലോക്കിലാണ്. നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഈ ബെഡ് പ്ലേസ് ചെയ്യണമെങ്കിൽ 2 ബ്ലോക്ക് വേണം. മിനിമം നല്ല 2 ബ്ലോക്ക് വേണം. ഓക്കെ, അപ്പോൾ 2 ബ്ലോക്ക് ഇല്ലാതെ ഇത് പ്ലേസ് ചെയ്യുന്നത് ഭയങ്കര പാടായിരിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ച് ചത്തത്. മാത്രമല്ല, നോക്കാതെ എടുത്ത് ചാടുന്നത് ഒരു പൊട്ടത്തരമാണെന്ന് എനിക്ക് അറിഞ്ഞിട്ട് ഞാൻ എടുത്ത് ചാടി. ഡ്രൗൺ വെള്ളത്തിൻ്റെ അടിയിൽ വെച്ച് ഞാൻ ബൂട്ട്സിൽ കളിക്കാൻ പോകുന്നു. അല്ല, ഞാൻ ബൂട്ട്സിലാണ്. വെള്ളത്തിൻ്റെ അടിയിൽ നീന്താൻ പറ്റുന്ന എന്നുവെച്ചാൽ പ്ലെയറിൻ്റെ കൂട്ടിൽ നീന്താൻ പറ്റുന്ന ഒരേ ഒരു മൂവേ ഉള്ളൂ. അത് ഹോസ്റ്റേലാണ് വെച്ചത്. പക്ഷെ വെള്ളത്തിൻ്റെ വെളിയിൽ വരുമ്പോൾ ഇവർ ഹോസ്റ്റേലല്ല. ഇവൻ കിങ് ഗിഡോറ. ഇതിലാരൊക്കെ ഡ്രൗണ്ട് ആണ് നമ്മളെ കൊന്നത്. എന്തൊക്കെയാണോ എന്തോ പറയുന്നത്. ഏതോ പൊട്ടനാണ് കേട്ടോ ഞാൻ. അതെനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത്. പിന്നെ ഞാൻ കുറേ റൂയിൻ്റെ പോർട്ടലൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. റൂയിൻ്റെ പോർട്ടലിൽ നിന്ന് കുറേ ഗോൾഡ് ബ്ലോക്ക് എനിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് എനിക്ക് പറയാനുള്ള ഒരു ഇംഗ്സാക്ക് ഫാം സെറ്റ് ചെയ്യാൻ പറ്റും. പണ്ടത്തെ ബെഡ്റോക്കിലെ ഫിഷ് ഫാം ഉണ്ട്, ഒരു മെഗാ ഫിഷ് ഫാം. അതിൽ നമുക്ക് ഇംഗ്സാക്ക് ഫാം ആയിരിക്കും. ഇപ്പം ഇംഗ്സാക്ക് ഫാമാണത്. ഇപ്പം അത് പണിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഇംഗ്സാക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് ഈ ഇംഗ്സാക്ക് യൂസ് ചെയ്യുന്ന ഗുണം എന്താണെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ.
ആ വലിയൊരു കൂറ്റൻ സാധനം കണ്ടോ, എൻ്റെ വീടാണ്. പിക്കാക്സ് വെച്ചിട്ട് കൊല്ലും. പിക്കാക്സ് വെച്ച് 2 അടി മതി. ഞാൻ നമ്മൾ ഇതിലോട്ട് നെതറേറ്റ് മാത്രം ആവണമെന്ന് പോലും എനിക്ക് ഒരു കാരണം അത് റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ പിന്നെ ഇപ്പോൾ മൂവ്സിനൊന്നും ഞാൻ മേടിക്കത്തില്ല, കാരണം ഇപ്പം എൻ്റെ സ്ഥലമാണ്, എൻ്റെ സ്ഥലം സ്നോ മൈ ഏരിയ. ഇവിടെ റെസ്പോൺ സെറ്റ് ചെയ്തേക്കാം കേട്ടോ. ഇവിടെ ആരില്ല. ടോർച്ച് കുത്തി വെച്ചാൽ പിന്നെ ആര് സ്പോൺ ആവാനെ എന്ന് മണ്ടത്തി സസ്സാണല്ലോ. ഇവിടെ ആരുമില്ല. ഞാൻ ഒരു PvP അങ്ങനെ മൂടിൽ കൂടിയാണ് വന്നത്, പക്ഷെ ഇവിടെ ആരുമില്ല. ക്രീപ്പർ മച്ചാനെ, സുഖമാണോ നിനക്ക്? എന്താ ബ്ലോക്കിനൊന്നും പറ്റിയില്ല, എനിക്കും ഒന്നും പറ്റിയില്ല. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ അമ്മച്ചിയാണ്. ഓക്കെ, അവളാണെ മുത്തെ വെള്ളം ഒഴിച്ച് ഡ്രൗൺ ചെയ്ത് കളഞ്ഞല്ലേ. ഓക്കെ കഴിക്കാം അമ്മച്ചി. വരട്ടെ. സ്ക്രിപ്റ്റഡാണ്. ഓക്കെ, ഇവിടെ ഒന്നുമില്ല, ഇവിടെ ആരുമില്ല, ഇവിടെ ഒന്നുമില്ല. ഞാൻ ചുമ്മാ വന്ന പോലെ ആയിപ്പോയി. ഇവിടെ സമാധാനിച്ചത് നമ്മൾ ഒഴിച്ചപ്പോൾ ആദ്യമേ അവിടെ ഒരു ബക്കറ്റ് വെള്ളം ഉണ്ടായിരുന്നു, പിന്നെ ഒരു ബക്കറ്റ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടെടുത്തപ്പോൾ അത് ഒറ്റ ബക്കറ്റുള്ളൂ. ഇതൊക്കെ ഞാൻ ഇപ്പുറത്ത് വേണ്ട അത് വേണ്ട, നീ അത് വേണ്ട കേട്ടോ, നീ വേണ്ട, എൻ്റെ ഒന്നാമത് ശീലമില്ല. എന്താണ് കൊച്ചുകൊണ്ട് നീ കാണിക്കും? ഷവര് തന്നു എനിക്കെൻ്റെ പൈസക്കില്ലാത്ത ഷവര് തന്ന് പറ്റിക്കുന്നോണം. പിന്നെ ഇപ്പുറത്ത് സത്യം പറഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഈ കേവിൻ്റെ പകുതി പിടിച്ചടക്കിയിട്ടുള്ളൂ. ഓക്കെ, ഇവിടോട്ടൊക്കെ ഒന്ന് വന്ന് നോക്കിയിട്ട് പോലും ഇല്ല. ഞാൻ അപ്പുറത്തെ സൈഡ് ഫുള്ളടിച്ച് അവിടെയുള്ള സാധനം മൊത്തം അടിച്ചോണ്ട് പോയി. ഡോഡ്ജിങ് കിങ്. ഓക്കെ, ഡോഡ്ജിങ് കിങ്. ഓനോ 2 പേരുണ്ട്. ചാവണം. അവർ കുണ്ടിക്കടിയിട്ടല്ലേ, കുണ്ടിക്ക് വേണ്ട. സ്പോണാവുന്ന എവിടെ ഇരിക്കുന്ന ഞാൻ വെച്ചിരിക്കുന്നത്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. എൻട്രൻസിൽ പോയി സ്പോണാവരുത്, കാരണം ഈ ഒരു കേവിൽ 1, 2, 4, 5 എൻട്രൻസ് ഉണ്ട്. ഞാൻ എപ്പോഴും കയറുന്ന എൻട്രൻസ് ഇതായിരുന്നു, പക്ഷെ ഇപ്പം ഞാൻ MLG ചെയ്യാൻ വേണ്ടിയിട്ട് ബക്കറ്റ് ഒപ്പിച്ചതും പിന്നെ ഞാൻ ഫുൾ MLGയിലാണ് വരുന്നത്. ഇത് നമ്മുടെ ചെറുക്കൻ തന്നെയാണ്. ഇത് ഞാൻ ആയുഷ്കാലം മൊത്തം റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. കൊച്ചു സോംബി തന്നെയാണ് നമുക്ക് നമ്മുടെ ആദ്യത്തെ. ഇതിൻ്റെ അകത്ത് ഭയങ്കര റെയർ ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ടുണ്ട്. ലുക്കിനിലേക്ക് പിങ്ക് ഷീപ്പിനെ ഇതിനകത്ത് ഞാൻ സത്യത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അവിടെ ഒരു ബോട്ട് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട് ഞങ്ങൾ. ആ ബോട്ടിൽ സത്യത്തിൽ പിങ്ക് ഷീപ്പായിരുന്നു ഇരുന്നത്. ഞാൻ സത്യം പറഞ്ഞ് ഞാൻ ഞെട്ടിപ്പോയി. പിന്നെ ഇതിൽ ചന്തിക്ക് അമ്പ് കയറുന്നതിന് പകരം എൻ്റെ ചന്തിക്ക് ഞാൻ ഒരു അമ്പ് കയറട്ടെ. അയണുണ്ട് അവിടെ അയണുണ്ട്. ഓക്കെ, അയണുണ്ട്. അയൺ കിട്ടാൻ ഞാൻ ഏതറ്റം വരെയും ഞാൻ പോകും. ഇപ്പം ചാവും, എനിക്കറിയായിരുന്നു. പിന്നെ നമ്മൾ എന്തിനാണ് ചുമ്മാ ആക്ടിങ് ചെയ്യുന്നതല്ലേ. ഒഴുകി എടാ, അവിടെ അയണിന് കുറേ ആൾക്കാർ ഗൈഡ് ചെയ്യുന്നുണ്ടടാ. ഓക്കെ, ചന്തിക്ക് അമ്പ് കയറുന്നതിന് മുമ്പ് ഞാൻ ഇവനെ അങ്ങ് തട്ടിയേക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ അയൺ അങ്ങ് പൊട്ടിയെടുത്തേക്കാം. കുറേ അയൺ വേണം കേട്ടോ. ഈ സീരീസിൽ നമുക്ക് കുറേ അയൺ വേണ്ടി വരും മിക്കവാറും.
അത് പോട്ടെ, എൻ്റെ ആദ്യത്തെ ലെറ്റ്സ് പ്ലേ ഫുൾ അടിച്ചു പോയി. എൻ്റെ എൻജോയ്മെൻ്റ് അടക്കം മൊത്തം എടുത്തതാണ് ഞാൻ. അതെങ്ങനെ അടിച്ചു പോയെന്നറിയാവോ? എൻ്റെ ഫോണിൽ ഇപ്പോൾ വന്ന 2 ലൈനില്ല, ഇപ്പം അത് വെള്ള ലൈൻ. എനിക്ക് ആദ്യം ഒരു ഗ്രീൻ ലൈൻ ആയിരുന്നു. അത് കാരണം ഫോൺ ഫുള്ളി അടിച്ചു പോയതാണ്. ഇന്ന് ഡോഡ് ചെയ്യുന്ന അവൻ അടിച്ചിട്ടുണ്ട്. ഞാൻ അമ്പൊക്കെ എടുക്കാം. ഇതും നമ്മൾ തന്നെ അടിച്ചുകൊണ്ട് പോകും. ഈ അയണൊക്കെ എടുക്കാം. കാരണം ഇപ്പം അയണൊക്കെ ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ. പിന്നെ അയൺ ഫാം ഒപ്പിക്കുന്ന വരെ നമുക്ക് കുറേ അയണിൻ്റെ ആവശ്യം വരും. സ്റ്റാക്ക് കണക്കിന് അയൺ എൻ്റെ കയ്യിലുണ്ട്. ഐ മീൻ അത്രയ്ക്കൊന്നുമില്ല. ഓ പിക്സൽ, ഒറ്റ പിക്സൽ, 1 പിക്സൽ. ഓക്കെ, ലാപ്പിയസ് നമ്മുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവും, ആയിരിക്കുമല്ലേ. എന്നാലും എടുത്തേക്കാം, ഇത്രയും കാര്യമായിട്ട് കിട്ടുന്നതല്ലേ, ആരും തരുന്നൊന്നുമല്ല. ബ്രോ ഞാൻ മൈൻഡ് ചെയ്യുമ്പോൾ എന്നെ ശല്യപ്പെടുത്തരുത്. ഓക്കെ, എന്നെ ദൂരത്ത് നിന്ന് അടിക്കാവുക കേട്ടോ. Agora ബ്രോ ഞാനൊന്നും ചെയ്തില്ലല്ലോ ഇതിന്. കള്ള, ഞാൻ ടാറ്റിക്സ് യൂസ് ചെയ്ത് അവനാ കൊണ്ടേ. സൗണ്ടെല്ലാം അവൻ എന്നെ അടിക്കുന്നുണ്ട്. നല്ല ബോധമുണ്ട് ബ്രോ. എന്നെക്കൊണ്ട് വാളെടുപ്പിക്കരുത്. ഞാൻ മര്യാദയ്ക്ക് അവിടെ നിന്ന് മൈൻഡ് ചെയ്യുമായിരുന്നു. എഗെയിൻ ഷവൽ, അതൊന്നും വേറെ പണിയില്ലടേ. വേറെ വല്ല സാധനം എടുത്തുകൊണ്ട് പോവാ. എപ്പം നോക്കിയാലും ഒരു ഷവലും പിടിച്ചുകൊണ്ട് വരും. ഈ ഷവലിപ്പോൾ ഇഷ്ടമല്ല, കാരണം വലിയ യൂസ് ഇല്ല. ബട്ട് ഡേർട്ട് എടുക്കാനൊക്കെ ഇതാണ് ഏറ്റവും. അഞ്ചർമാനായിട്ട് ഞാൻ പണി കൊടുക്കുന്നുണ്ട്. ആദ്യം ഇവനെ ഒന്ന് തട്ടട്ടെ. അല്ല അതിന് മുന്നേ ആമാ ഇവിടെ ഓണെ ഇത് ചെയ്യാൻ വന്ന ആൾക്കാരാണ്. എന്തു ചെയ്യാനാണ്? അതെൻ്റെ അയിൻസൂടല്ലേ? ഞാൻ 6 ചോദിച്ചാ അതെടുത്തേ. ഇതിനു മുമ്പ് വന്നപ്പോൾ ഇവനായിരുന്നു എൻ്റെ ആദ്യത്തെ അയിൻസോഡ് എടുത്തോണ്ട് പോയെ. പണ്ടാലും പിടിച്ച് നിൽക്കേണ്ട നായി. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. നായിൻ്റെ മക്കളെ, എൻ്റെ ആർമർ മൊത്തം ബ്രേക്ക് ആയി. ആർമർ ബ്രേക്ക് ആയി മനസ്സിലായി. നോമ്പരിഞ്ഞ് ഉപയോഗപ്പെടുത്തുകയാണ്. ഓക്കെ, രൂക്ഷമായ ഇതേപോലത്തെ ക്രീപ്സിൻ്റെ മുന്നിലൊന്നും ഞാൻ പേടിക്കാറില്ല. ട്രിക്ക് ബ്രോ, ട്രിക്ക്. ഇപ്പോൾ എവിടെ നിന്ന് സ്പോൺ ആവുന്നതെന്നാണ് കണ്ടത്. ഇതൊക്കെ എന്നെയാണ് സത്യം പറഞ്ഞാൽ. ഇത്രയും ഷവൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ഷവൽ എന്താണെന്ന് എനിക്കറിയത്തില്ല. കള്ള നായിൻ്റെ മോനെ, കള്ള നായിൻ്റെ മോനെ. ജാനക്ക് ഈ ഒരു ഹെഡ് ഷോട്ട് കിട്ടുന്നില്ല. കണ്ട, നമ്മൾക്ക് ഇപ്പം എന്നെ അടിക്കാനുള്ള ധൈര്യം വന്ന്. ഇത് വേണ്ട, ഒറ്റ പീസ് ആർമറില്ല, എല്ലാം പൊട്ടിപ്പോയി. വീട്ടിൽ ഒരു 8 ഫ്രഷ് ആർമർ ഇരിപ്പുണ്ട്. ഒരു ഫ്രഷ് ആർമർ. 2 കള്ള കഴിവേറുകളെ ഞാൻ അടിച്ച് 100
പൗമര് തമ്മിലായി സോംബി Agora nós vamos ver um pouco agora പണ്ടാരം ഒരു സ്നൈൻ ജാങ് ഉണ്ട് കേട്ടോ. അപ്പോൾ സ്നൈൻ ഫാം സെറ്റ് ചെയ്യണം. ഒഴുകിപ്പോ ഒരൊറ്റ പീസ് അയന്നും കൂടി അതിൻ്റെ സ്ലൈം എന്നെ നോക്കി കയറുകയാണ്. അവനാ കുഴിക്കകത്താന്ന് തോന്നുന്നു കേട്ടോ. ആ എന്നെ ഈ കുഴിക്കകത്തിട്ട് ഇനി ഞാൻ കൊല്ലും. കാണണം നിനക്ക് കാണണോടാ എൻ്റെ തല എന്താണ് ഇങ്ങനെ ഇരിക്കുന്നേ? ഇടിയില്ലേ? ആ കുറയാണ് ഇത്രയാണ്. എന്തോരം കുറയാണ്. ഓ ആവശ്യത്തിന് അങ്ങോട്ടേ കാണാൻ വേണ്ടിയിട്ടാണ്. ഒറ്റ ചങ്ക് ഇത്ര ആയണൊക്കെ എങ്ങനെയുള്ള സ്പോടിക്കാൻ തോന്നിയ ഈ ഒരു ഇതിൽ സത്യം പറഞ്ഞ് ഈ ഒരു സീൻ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ ഒന്നും ഇപ്പോഴാകും പറഞ്ഞ് ഇതിൻ്റെ സോമോളിൻ്റെ കോർഡിനേറ്റ് പറഞ്ഞുതരാം. അത് ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഇപ്പോഴല്ല. നമ്മൾ നാളെ എന്തായാലും ഡ്രാഗനെ കൊല്ലാൻ പോകും. അപ്പം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഓ ഇവിടെ നിന്നാണോ? കണ്ടില്ല ബ്രോ, സോറി. ഓക്കെ ഡോട്ട് ജീരോ ഒരടി എന്നല്ല 2-3 അടി കൊടുത്തിപ്പം പറന്നു വന്ന് വേറെ 2 അടി ചാവാൻ അവൻ എങ്ങനെയെങ്കിലും ഒന്ന് കൊല്ലാൻ പറ്റുമായിരുന്നെങ്കിൽ. ഷീൽഡില്ല, അല്ലായിരുന്നെങ്കിൽ കൊല്ലായിരുന്നു. ഇപ്പം തന്നെ തട്ടായിരുന്നു. ഓക്കെ ഇവിടെ വെള്ളം ഉള്ളതുകൊണ്ട് അതും അവനൊരു സ്ട്രാറ്റജിയാണ്. കാരണം അവനതൊരു ഷീൽഡായിട്ട് യൂസ് ചെയ്യുന്നു. ആ ഞാൻ വീണകത്തെ അവൻ്റെ ഉണ്ട് കത്തില്ല, ഞാൻ വീണകത്തുണ്ട്. സ്ട്രാറ്റജിയുടെ കാര്യം ഐ മീൻ ടെക്നോളജിയുടെ കാര്യത്തിൽ ഞാൻ ഏതൊരു മൈൻക്രാഫ്റ്റ് പ്ലെയറിന് മുകളിലാണ്. ഓക്കെ ഞാൻ ടെക്നിക്ക് കാണിച്ചിടാം. ക്രീപ്പറിൻ്റെ അടുത്ത് വെച്ചോടെ ഡാമേജ് കിട്ടിയില്ല. കാരണം നല്ല വെള്ളം ഒഴിച്ചാൽ മതി. ഒരു വാട്ടർ ബക്കറ്റ് ഏത് ക്രീപ്പറും നമ്മൾ മുന്നീന്ന് പോകത്തില്ല. അങ്ങനെ പോകത്തില്ല. ഇനി എനിക്ക് ഡോട്ട് ചെയ്യാൻ അത്യാവശ്യം നന്നായിട്ടില്ല. അയ്യോ വെള്ളം ഉണ്ടെങ്കിൽ ഡോട്ട് ചെയ്യുന്ന ഭയങ്കര പാടാണ്. വെള്ളം ഒരു ഞാൻ എന്നെ കൊല്ലാനുള്ളൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് മാത്രം. യെസ്, വെള്ളമാണ് ആ ട്രിക്ക്. നിങ്ങൾ വെള്ളം ഉപയോഗിച്ച് ഒരു ടൈപ്പ് ഒരു വാള് പോലെ സെറ്റ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ടെക്നോളജി മുഞ്ചിപ്പോയി. ഞാൻ വെള്ളത്തിൻ്റെ വെളിയിൽ നിന്ന് എൻ്റെ വെള്ളം പോയി. ഇനിയിപ്പോൾ എനിക്ക് ഭയങ്കര പാടായിരിക്കും. ക്ലിക്ക് ചെയ്യാനും വെള്ളമില്ല. വലിച്ച് നീട്ടിക്കൊണ്ടിരിക്കുക ഇനി എനിക്ക്. ഈ വെള്ളമാണ് ശരിക്കും അതാണ്ട് ഇവനാണ് എനിക്ക് ആദ്യത്തെ ആർമർ പീസ് മൊത്തം എടുത്തത്. അതുകൊണ്ട് ഈ കാണുന്ന കള്ളം തെമ്മാടി. എന്താണ് കുഴപ്പം? ബ്രോ
BGM ഒക്കെ നമ്മൾ ഇങ്ങനെ ബൂട്ടും ഷീൽഡും പാൻറ്റുണ്ടോ? പാൻറ്റില്ല, കുഴപ്പമില്ല, സോഡും കിട്ടി. കാരണം അവനെ അന്നേ ഞാൻ കുറേ അടിച്ചാണ്. ഒരുത്തനും കൂടിയുണ്ട്, അവനെ കൂടി കിട്ടി. അവനെ മോട്ട അടിക്കുന്നേ ഇവിടുന്ന്. വെള്ളം എനിക്കൊന്ന് കിട്ടിയായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ് എൻ്റെ നിഗമനം. അതങ്ങനെ വേണ്ട, അതുകൊണ്ടാണ് വേണ്ടെന്ന് വിചാരിച്ചത്. എല്ലാവരും ഇപ്പോൾ എടുക്കായിരുന്നു. ഇവിടുന്ന് തന്നെ എൻ്റെ ഫസ്റ്റ് ഡയമണ്ട് കിട്ടിയായിരുന്നെങ്കിലേ ഇങ്ങനെ ഇരുന്നേനെ, നന്നായിട്ടിരുന്നേനെ. ബോണൊക്കെ കിട്ടി. ലെഗിൻസും ഇതും. അയ്യോ, എനിക്ക് ഗോൾഡ് വേണം. ഗോൾഡ് എന്താ നോക്കത്തില്ല. കൂടി ഇട്ടതിന് ശേഷം നോക്കിയ നമ്മളെ പഴയ ലുക്കായിട്ടുണ്ട്. എൻ്റെ ലക്ക് എനിക്ക് ഭയങ്കര ലക്കാണ് ഗൈസ്. പക്ഷെ ഇപ്പോൾ കുറച്ച് അൺലക്കായി. അല്ല, വെള്ളം ലാപ്പീസ് ഉണ്ട്, ഇതൊക്കെ തന്നെ ധാരാളം. ലാപ്പീസ് കുറേ കിട്ടുന്നുണ്ട്, വാരി കിട്ടുന്നുണ്ട്. ലാപ്പീസ് കുറേ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഇവിടുന്ന്. നോക്കി, അത് മറ്റേ വെള്ളം മറ്റേ ക്രീപ്പർ കിട്ടിയ പിന്നെ എനിക്ക് യൂസ് ചെയ്യാൻ നേരത്തൊന്നും മുങ്ങിപ്പോയില്ലേ ആ വെള്ളമായത്. അത് ഇത്രയും ഡീപ്പില്ലായിരുന്നു. അങ്ങനെ ചോദിച്ചാൽ കഴിഞ്ഞു വന്നെന്ന് അതും പറഞ്ഞ് വിഷമിച്ചിങ്ങനെ ഇരിക്കും. ധീര 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 ധീര. ഇവിടെ ഞാൻ വന്നിട്ടില്ല, അത് ഓട്ടോ ജനറേറ്റ് ആയതാ. ധീര 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 സൂര ചത്തില ഭാഗ്യം. ധീര അമ്മച്ചി എന്തുവാളാ ഇത്? ഇത്രയും വലിയ കേവായിരുന്ന ഞാൻ ഇതിൻ്റെ പകുതി മുക്കാൽ പോലും പിടിച്ചിട്ടില്ല. ധീര 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 സൂര. എനിക്കാരും BGM ഇടാൻ തോന്നിയേ, ഞാൻ BGM ഇട്ടത്. അത് BGM ഇട്ടില്ലെന്ന് വെച്ചാൽ ലാഭമൊന്നുമില്ലല്ലോ, വേണ്ട, നമുക്ക് അങ്ങോട്ട് കയറി ചെന്ന് തന്നെ മൈൻഡ് ചെയ്യാം. വേറെ എവിടെ ഇല്ല, അപ്പൊ ഞാൻ കണ്ടോ? എൻ്റെ കയ്യിൽ തന്നെ കിട്ടണം. ധീര 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 ധീര. ഓക്കെ, ഞാൻ ഒരുപാട് ക്ലച്ചുകൾ എനിക്കറിയാം. അതിലേറ്റവും യുണീക്ക് ക്ലച്ച് ഏതാണെന്നറിയാം നിങ്ങൾക്ക്? യെസ്, ഒരു ക്ലച്ചുമില്ല, ജസ്റ്റ് ഷിഫ്റ്റ് ക്ലച്ചാണ്. ഷിഫ്റ്റ് ക്ലച്ച് എന്ന് പറയുമ്പോൾ അത് വളരെയധികം പാടാണ്. കാരണം അത് വളരെ ചുരുക്കം സമയത്ത് മാത്രമേ ഡാമേജ് കുറഞ്ഞ് കിട്ടത്തുള്ളൂ, അല്ലാത്ത ടൈമിൽ അത് വർക്ക് ആകില്ല. ഒരു കാര്യം കാണണം, ഇതുണ്ടോ? ഈ ഒരു ഫീച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ സിൽക്ക് ടച്ചൊക്കെ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഞാൻ ഇപ്പോൾ പറയാൻ വന്നത് എന്താണെന്നറിയോ? സിൽക്ക് ടച്ച് കിട്ടിയിട്ട് ഇത് വന്ന് ഇങ്ങനെ ഓവറായിട്ട് എടുത്തിട്ട് വീട്ടിൽ വെച്ചിങ്ങനെ കളിക്കാൻ ഉദ്ദേശിച്ച സിൽക്ക് ടച്ച് എടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്കറിയാം, എൻ്റെ കഴിഞ്ഞ ഇതിൻ്റെ അകത്ത് ഞാൻ അത്രയും ഒപ്പിട്ടിട്ടും പോയതുകൊണ്ടാണ് ഞാൻ ഇപ്പം അങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ ഹാർഡ് ഡിസ്ക് മണ്ടയ്ക്ക് നാവിയുണ്ടോ? അറിയാൻ പാടില്ല. ഇപ്പോൾ ചത്തേനെ. ധീര 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 ദൂര. വേറെ എവിടെ ഇല്ലേ? സ്ഥലമൊന്നും ഇല്ല. ഇനി ഞങ്ങളുടെ സ്ഥലം ഇല്ലെന്നാണ് താങ്കൾ പറയുന്നത്. ഇതേപോലെ വല്ലതൊക്കെ ക്ലച്ച് ചെയ്യാൻ തോന്നുമ്പോൾ ഷിഫ്റ്റ് ക്ലച്ച് ഉപയോഗം
ഓക്കെ, വാട്ടർ യൂസ് ചെയ്ത് നമുക്ക് കയറാൻ പറ്റൂലേ? പറ്റൂലേ? എനിക്കൊരു ഇരട്ട സഹോദരൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. പ്ലീസ് ഹെൽപ്പ് മീ. എനിക്കൊരു ഇരട്ട സഹോദരനില്ല. എനിക്കൊരു ഇരട്ട സഹോദരനെ പോലെ ആയാൽ എനിക്കത് വളരെ ഉപകാരമായേനെ. എന്നുവെച്ചാൽ പണിയെടുത്തോളം മര്യാദയ്ക്ക്. നിങ്ങൾക്ക് ഞാൻ ഒന്നും പറയല്ല. ഇപ്പം റെഡ് സ്റ്റോൺ ധീര 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 സൂര സുര 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 സൂര സൂര. എനിക്കെപ്പോഴും ആ ബീജം. നിങ്ങൾക്കൊരു ചോദിക്കുന്നില്ല. ഇപ്പം തന്നെ ഇത് കുറേ വട്ടമായിട്ട് ഞാൻ ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനിയും ചോദിച്ചാൽ നിങ്ങൾ എന്നെ പിടിച്ച് തൂക്കിലേക്കും. എനിക്കതിന് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. പാർലമെൻറ്റിൻ്റെ കാര്യം ഓർത്തില്ല. പണ്ടേ ക്രിയേറ്റീവ് വേൾഡ് എന്ന് പറഞ്ഞ് എനിക്കൊരു വേൾഡ് ഉണ്ടായിരുന്നു. അത് പക്ഷേ ക്രിയേറ്റീവാണ്, ഒറിജിനൽ ക്രിയേറ്റീവാണ്. ഓക്കെ, അല്ലാതെ ഫേക്ക് ക്രിയേറ്റീവ്. പക്ഷെ ആ ഒരു ക്രിയേറ്റീവ് വേൾഡിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയാമായിരുന്നു? അതിൻ്റെ അത് ആർമറൊന്നും എടുക്കത്തില്ല. ഞാൻ ഒരുപാട് ബിൽഡ് ഉണ്ടാക്കും പകരം. പക്ഷെ അതിനൊക്കെ തൊട്ട് അങ്ങനെ ഒന്നും ഒരു മാർക്കറ്റിലും ഉണ്ടാവില്ല. റെഡ് സ്റ്റോൺ ഈസ് ടു ഡിഫറെൻറ്റ്. ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടെ. ഓക്കെ, അനിയത്തിമാരുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്നെ ഒരാൾ റോസ്റ്റ് ചെയ്തു. ഓക്കെ, ബട്ട് എനിക്കതൊരു വിഷയമല്ല, കാര്യമല്ല. കാരണം ഇതേപോലുള്ള ചിച്ചിടാപ്പി പിള്ളേർ എന്നെ റോസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് എനിക്കതൊരു വിഷയമുള്ള കാര്യമല്ല. പക്ഷെ എനിക്കത് റോസ്റ്റ് ചെയ്ത ഒരു ചുറ്റിടാപ്പി പിള്ളേരൊന്നുമില്ല. ഒരു മുടുക്കാനായിട്ടുള്ള ഹാക്കറാണ്. ഓക്കെ, അവൻ്റെ സൗണ്ട് വരെ കോപ്പി അടിച്ച് ഓക്കെ മാറി. അവൻ്റെ കമൻറ്റിൽ പോയി ഞാൻ ഒരു സാധനം ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഷോർട്സ് തുടങ്ങിയാൽ തന്നെ വരും കേട്ടോ. നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. തൽക്കാലം ഞാൻ ഇപ്പോൾ നമുക്ക് മറ്റേ ഫ്രണ്ട് ബ്രിഡ്ജിങ് ചെയ്യാം. അവനെ എന്നിട്ടും റീച്ച് ആകത്തില്ല. അയ്യോ, നായിൻ്റെ ഞാൻ പേര് മാറ്റിയായിരുന്നു. ചുമ്മാ ഡ്രസ്സത്തിനാണ് മാറ്റിയത്. ലെജൻഡ് ഒന്നും അല്ല സൈറ്റിക്ക്. ഞാൻ ശരിക്കും ഇപ്പോഴും ബ്ലാക്ക് ചാൻഡ് തന്നെയാണ്. ഗോൾഡുണ്ട്. ഒരു ഡയമണ്ടിന് വേണ്ടിയിട്ട് ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നു. ഒറ്റ പൈസ. ഞാൻ എഡിറ്റ് ചെയ്യുന്ന ടൈമിനാണെങ്കിൽ ഡയമണ്ട് കണ്ടോന്ന് എനിക്ക് ആദ്യം ഡൗട്ട് അടിച്ച്. പിന്നെ ഞാൻ ഒന്നും കൂടി നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ഡയമണ്ട് അല്ല, മറ്റേ ആ ഒരു വൈനാണെന്ന്. ഇത്രയും ഗോൾഡ് ഞാൻ ഇല്ല, അവിടെ വരെയൊന്നും ബ്ലോക്ക് ഇല്ല. എന്തായാലും അത് നടക്കില്ല. ഈ റോഡിന് വേറെ ഇത്രയും മിനിറ്റ് ഡ്യൂറേഷൻ ഉള്ളതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇത് കാണാൻ പോകുന്നില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നാലും ഒന്ന് കാണണം ഗൈസ്, കാരണം കുറേ അധികം ഫണ്ണുണ്ട് ഇതിൽ. ഒന്ന് കാണണം. അപ്പൊ നമ്മളെ സ്ലാബ് ചിലപ്പം നല്ല കട്ടിക്ക് ഇരിക്കുന്ന സ്ലാബ് അവിടെ നല്ല ഫിറ്റാക്കി വെച്ചേക്കുക. അത് ഇളക്കി കളഞ്ഞ പിന്നെ അതങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈസ എത്ര കൊടുക്കും? ആ പെണ്ണെന്താ പറഞ്ഞറിയോ? പിന്നെ തുണിക്കടക്കാർ അവരെ ഏൽപ്പിച്ചാൽ ജോലിക്കാരെ കൊണ്ടുപോയി വെച്ചാൽ മതി.
അത് അയാളോട് വന്നൊന്ന് സംസാരിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. നീ എപ്പോ വരും? ചെയ്യും. ആ പെണ്ണിന്റെ നമ്പർ നിങ്ങളിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഉച്ചയാകുമ്പോഴേക്ക് വരുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് ചെയ്യാൻ നീ വന്നിട്ട് അയാളായിട്ടും കൂടെ സംസാരിക്കേണ്ടി വരും. MKമിൻ്റെ മാമനായിട്ട്. ഇന്നത്തേക്ക് ഇത്രയുള്ള ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് വരും.